നമ്മളോടുള്ള മാരുതിയുടെ ഏറ്റവും പുതിയ ഇഗ്നീസ് ആണ്. ഓൾറെഡി ഇഗ്നീസ് ഇറങ്ങിയിട്ട് 7 വർഷം കഴിഞ്ഞാണ്. നമ്മളെ യൂട്യൂബ് ചാനൽ ഓൾറെഡി നമ്മൾ ഇഗ്നീസിനെ കുറിച്ചുള്ള റിവ്യൂ ചെയ്തിട്ടുമില്ല. അതുപോലെ കുറേ പേര് ഇഗ്നീസിനെ കുറിച്ച് ചോദിക്കുന്നു. അതുകൊണ്ട് നമ്മൾ മെയിനായിട്ട് ഇഗ്നീസിനെ കുറിച്ചുള്ള റിവ്യൂ ചെയ്യാമെന്ന് വെച്ചത്. ഇതാണ് ഇഗ്നീസ് ഓട്ടോമാറ്റിക് ആണ്. ടോപ്പിൻ്റെ തൊട്ട് താഴെയുള്ള വണ്ടിയാണ്. ഇനി നമുക്ക് ഇഗ്നീസിൻ്റെ വിശേഷങ്ങളോട്ട് വരാം. നമ്മളൊരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അതിന് നമുക്ക് വണ്ടിയുടെ ഹെഡ്ലൈറ്റ് ബൾബിൽ നിന്ന് തുടങ്ങാം. നോർമൽ ഹാലജൻ ലൈറ്റാണ് വരുന്നത്. അതിൽ തന്നെ ഒരു ചെറിയ പാർക്ക് ലൈറ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. DRലും കാര്യങ്ങളൊന്നും അവൈലബിൾ അല്ല കേട്ടോ. നമ്മൾ എടുത്തു പറയേണ്ട വണ്ടിയുടെ ഗ്രില്ലാണ്. ഒരു യു ഷേപ്പിലാണ് ഗ്രില്ല് വരുന്നത്. അത് നല്ല മനോഹരമായിട്ട് വണ്ടിക്ക് ചേരുന്നുണ്ട്. നല്ല സുന്ദരി ലുക്കാണ് വണ്ടിക്ക്, ഒരു രക്ഷയില്ല കേട്ടോ ഫ്രണ്ടിൽ നിന്നുള്ള ലുക്കും കാര്യങ്ങളൊക്കെ. പിന്നെ താഴത്തോട്ട് ഒരു ഫോഗ്ലാമും കാര്യങ്ങളും കാണാം. അതേ തന്നെ ഒരു ചെറിയ ക്രോമും കാണാം. അത് നന്നായിട്ട് ചേരുന്നുണ്ട്. അതുപോലെ തന്നെ ബമ്പർ വരുമ്പോൾ ഒരു സിൽവർ ഷെയ്ഡും വരുന്നുണ്ട്. അത് വണ്ടിക്ക് നന്നായിട്ട് ചേരുന്ന രീതിയിൽ തന്നെയാണ്. പിന്നെ എന്താ പറയുന്നത്, ഓൾമോസ്റ്റ് ഫ്രണ്ടും കാര്യങ്ങളൊക്കെ അത്യാവശ്യം നമുക്ക് ഒതുങ്ങിയ രീതിയിലാണ്. എൻജിൻ റൂമും കാര്യങ്ങളൊക്കെ കാണാം. ഇതാണ് ഇഗ്നീസിലെ എൻജിൻ റൂമും കാര്യങ്ങളൊക്കെ. ഈ ഇടയ്ക്ക് ഞാൻ ശ്രദ്ധിച്ച കാര്യം കേട്ടോ, മാരുതിയുടെ വണ്ടിയൊക്കെ റിവ്യൂ ചെയ്യാനായിട്ട് ശ്രദ്ധിച്ചാൽ ബോണറ്റും കാര്യങ്ങളൊക്കെ നല്ല കട്ടിയാക്കിയിട്ടുണ്ട്. ഈ അടുത്ത കാലത്ത് വന്നേക്കുന്ന ഒരു മാറ്റം മാരുതിയിൽ. നല്ല എന്ന് പറഞ്ഞാൽ നേരത്തെ നമ്മൾ ബോണ്ട് എന്ന് പറഞ്ഞാൽ കൈ വെച്ചാൽ ചളങ്ങി പോകുന്നത്, അതേന്നൊക്കെ മാറി നല്ല കട്ടിയുള്ള രീതിയിലോട്ട് മാറിയിട്ടുണ്ട്. അതുപോലെ ഇത് 1200 cc 4 സിലിണ്ടർ എഞ്ചിനാണ് കേട്ടോ വരുന്നത്. 3 സിലിണ്ടറോ 4 സിലിണ്ടർ എഞ്ചിനാണ്. അത് എടുത്തു പറയേണ്ട ഒന്നാണ്. 82 PS പവറാണ് വരുന്നത്. 6000 RPM. അതുപോലെ തന്നെ 113 mm ടോർക്കാണ് വരുന്നത്. അവിടെ നല്ല പവറും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അതുപോലെ തന്നെ വണ്ടിക്ക് മൈലേജ് പറയുന്നത് 21. ഇനി നമുക്ക് സൈഡ് വീലോട്ട് പോകാം. സൈഡ് വീലോട്ട് വരുമ്പോൾ നമുക്ക് ബോണിൻ്റെ സൈഡിലായിട്ടൊരു ബ്ലാക്കിൽ ഒരു ചെറിയ ഷെയ്ഡൊക്കെ കാണാം. അതൊക്കെ വണ്ടിക്ക് നല്ല ഒന്നാന്തരമായിട്ട് ചേരുന്നുണ്ട് കേട്ടോ. നല്ല അടിപൊളിയായിട്ട് അതിൻ്റെ ഡിസൈനും കാര്യങ്ങളൊക്കെ വന്നേക്കുന്നത്. അതുപോലെ തന്നെ നമുക്കൊരു നമ്മളെ ടയർ ആർച്ചിൻ്റെ മണ്ടയിൽ കൂടെ ഒരു ബ്ലാക്ക് ഒരു ക്രോം ഇങ്ങനെ കടന്നു പോകുന്നുണ്ട്. വണ്ടിയുടെ ചുറ്റുമുണ്ട്. അതുപോലെ തന്നെ അത് നല്ല മനോഹരമായിട്ട് തന്നെയുണ്ട്. അതുപോലെ തന്നെ സ്ക്രാച്ച്ലെസ്സുമാണ്. അതിൻ്റെ പ്ലസ് പോയിന്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് വണ്ടി സൈഡിൽ കൂടെ ഒക്കെ പോകുമ്പോൾ ഒരു പള്ളയൊക്കെ ചെറുതായിട്ട് കൊണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് വണ്ടിയെ സ്ക്രാച്ച് ഒന്നും വരത്തില്ല കേട്ടോ. അതുപോലെ തന്നെ ടയർ വരുന്നത് 175 65 15. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ടയർ സൈസ് കേട്ടോ. എന്ന് പറഞ്ഞാൽ ഈ വിലയ്ക്ക് വണ്ടി വാല്യൂ ഫോർ മണിയാണ്. അതുപോലെ തന്നെ അലോയ് ആണെന്ന് പറഞ്ഞാൽ ബ്ലാക്ക് കളറിലാണ് വരുന്നത്. ബ്ലാക്ക് ഗ്ലോസി ബ്ലാക്ക് ആയിട്ടാണ് വരുന്നത്. നടുക്കൊരു സുസ്കിയുടെ എംബ്ലം കാണാം. അലോയ് വീലാണെങ്കിലും വണ്ടിക്ക് നന്നായിട്ട് ചേരുന്നുണ്ട് കേട്ടോ. നല്ല ലുക്കും കാര്യങ്ങളൊക്കെയാണ്. ഇതാണ് നമ്മൾ സൈഡിൽ നിന്നുള്ള വ്യൂ. ഇനി നമുക്ക് ഡോർ ഭാഗത്തോട്ട് പോകാം. ഒരു വണ്ടി ബോഡി കളറിലാണ് കേട്ടോ വരുന്നത്. അതുപോലെ തന്നെ മിറർ ഇൻഡിക്കേറ്ററും ടേൺ ഇൻഡിക്കേറ്ററും കാര്യങ്ങളൊക്കെ മിററെ വരുന്നുണ്ട്. അതുപോലെ തന്നെ പക്ക സ്പോർട്ടി ലുക്കിൽ കേട്ടോ മിററും കാര്യങ്ങളൊക്കെ വന്നേക്കുന്നത്. ഇതാണ് ഈ സൈഡിൽ നിന്നുള്ള വിശേഷം. അതുപോലെ തന്നെ ഈ വണ്ടിയുടെ ക്യാരക്ടർ ലൈനൊക്കെ നല്ല അടിപൊളിയായിട്ടാണ് പോയിരിക്കുന്നത് കേട്ടോ. നല്ല ഈ ചെറിയ വണ്ടിയെ സംബന്ധിച്ചോളം നല്ല ഒന്നാമതായിട്ടാണ് ക്യാരക്ടർ ലൈനും കാര്യങ്ങളൊക്കെ ചെയ്തേക്കുന്നത്. അടുത്ത നമ്മളെ ഡോറും കാര്യങ്ങളൊക്കെ വരുന്നത് നമ്മളെ ബോഡി കളറിൽ തന്നെ വരുന്നത്. അതിൽ തന്നെ റിക്ക സ്വിച്ചും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതായത് കീ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് ഓപ്പൺ ആക്കാം. അടുത്ത ഏറ്റവും കൂടുതൽ എടുത്ത് പറയേണ്ട വണ്ടിയുടെ റൂഫ് ലെയറും കാര്യങ്ങളൊക്കെ അത് നന്നായിട്ട് ചേരുന്നുണ്ട്. സിൽവർ കളറിലാണ്, നല്ല മനോഹരമായിട്ട് തന്നെയുണ്ട്. പിന്നെ ബാക്കിലോട്ട് വരുമ്പോൾ നമുക്കൊരു 3 ബോഡി ക്യാരക്ടർ ലൈൻ കാണാം. അത് നന്നായിട്ട് ചേരുന്നുണ്ട്. അതുപോലെ തന്നെ ഇഗ്നീസ് എടുത്ത് പറയേണ്ട ഒരു കാര്യം കേട്ടോ. ഇഗ്നീസ് ഇറങ്ങിയ സമയത്ത് ആർക്കും ഇതിൻ്റെ ഈ പുറകിലത്തെ ഷേപ്പ് ഒത്തിരി പേർക്ക് ഇഷ്ടമല്ലായിരുന്നു. കുറേ പേര് ഇതെന്നാ ഷേപ്പാണെന്നൊക്കെ ചോദിച്ചാൽ പക്ഷേ അത് കണ്ട് എല്ലാവർക്കും വണ്ടി ഇഷ്ടപ്പെട്ട്. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം, എങ്ങനെയൊക്കെയാണെന്ന് പറഞ്ഞാലും ഇഗ്നീസ് ഓടിച്ച് ആർക്കാണെങ്കിലും ഇഷ്ടപ്പെടും കേട്ടോ. നല്ലൊരു പ്രൈവേറ്റ് കാറാണ്. നമ്മളെ ബാക്കിലെ ബിസിനസ്സിലോട്ട് പറയുമ്പോൾ ഏറ്റവും എടുത്തു പറഞ്ഞ വണ്ടിയുടെ ആൻറ്റിനയാണ് കേട്ടോ. ഒരു മൊയലിൻ്റെ ചെവി പോലെ വരുന്ന ഒരു ആൻറ്റിനയാണ്. എന്തായാലും അത് വണ്ടിക്ക് നന്നായിട്ട് ചേരുന്നുണ്ട്. ഒരു സ്പോയിലറും വരുന്നുണ്ട്. സ്പോയിലറും അത്യാവശ്യം ലുക്കായിട്ട് തന്നെയാണ് വരുന്നേക്കുന്നത്. അതുപോലെ ഗ്ലാസ് വരുമ്പോൾ ഡീഫോഗറും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതായത് നമുക്ക് മഴയാണെങ്കിലും മഞ്ഞാണെങ്കിലും നമുക്ക് ഉപകാരപ്രദമായിട്ടൊന്നാണ് കേട്ടോ. അതുപോലെ തന്നെ ഇവിടെ ഒരു ബ്രേക്ക് ലൈറ്റും കാണാം. അത് നല്ല സ്പോർട്ടി ലുക്കിൽ തന്നെയാണ് വന്നേക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ഗ്ലാസിന് താഴെ ക്രോം ലൈൻ നീളത്തിൽ വരുന്നുണ്ട്. അത് നല്ല വണ്ടിക്ക് നല്ല സ്റ്റാൻഡേർഡ് ലുക്കാണ് വരുന്നത്. താഴെ സുസ്കി എന്നുള്ള ഒരു ബാഡ്ജിങ് കാണാം. അതുപോലെ തന്നെ ഇഗ്നീസിനും കാണാം. അതുപോലെ താഴെ ഒരു ക്രോം ലൈൻ വരുന്നുണ്ട്. അത് നന്നായിട്ട് ചേരുന്നുണ്ട്. പിന്നെ ഇതാണ് നമ്മൾ ബ്രേക്ക് ലൈറ്റും കാര്യങ്ങളൊക്കെ വന്നേക്കുന്നത്. ബ്രേക്ക് ലൈറ്റ് ആണെങ്കിൽ സാധാരണ ഹാർജൻ ലൈറ്റാണ്. അതും കുഴപ്പമില്ല, നല്ല ലുക്കായിട്ട് തന്നെയാണ് വന്നേക്കുന്നത്. പിന്നെ താഴത്തോട്ട് വരുന്ന റിഫ്ലക്ടറും പിന്നെ വണ്ടിയുടെ ബാക്ക് റിവേഴ്സ് ക്യാമറ അതിൻ്റെ സെൻസറും കാര്യങ്ങളൊക്കെ കാണാം. പിന്നെ ബമ്പർ ഏറ്റവും താഴെ സിൽവർ ലൈൻ കൊടുത്തിട്ടുണ്ട്. അത് നമ്മുടെ ഫ്രണ്ടിലും ഉണ്ട് കേട്ടോ. അതും നല്ല വണ്ടിക്ക് നല്ല മനോഹരമായിട്ട് തന്നെ ചേരുന്നു. ഇതാണ് നമ്മൾ ബൂട്ട് സ്പേസ് വരുന്നത്. 260 ലിറ്ററാണ് ബൂട്ട് സ്പേസ് വരുന്നത്. അതുപോലെ അകത്തൊരു ചെറിയ ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് നല്ല മനോഹരമായിട്ടുണ്ട്. പിന്നെ എന്നാ പറയുന്നത്, ഇതിൻ്റെ താഴെയാണ് നമ്മളെ സ്റ്റെപ്പിനിയും കാര്യങ്ങളൊക്കെ വരുന്നത്. സ്റ്റെപ്പിനി നമ്മളെ ടയർ വരുന്ന സൈസ് നമ്മളെ ടയർ വരുന്ന സൈസ് തന്നെ കേട്ടോ സ്റ്റെപ്പിനി. അത് നമുക്ക് ഉപയോഗിക്കാവുന്ന രീതിയിൽ തന്നെ, അല്ലാതെ സൈസ് കുറവൊന്നുമല്ല. ഇതാണ് ബാക്കിൽ നിന്നുള്ള വിശേഷം. പിന്നെ ഒരു കാര്യം ഞാൻ പറയാൻ വിട്ടുപോയാണ്, വണ്ടിയുടെ ഗ്രൗണ്ട് ക്ലിയറൻസ് ആണ്. വണ്ടിയുടെ ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത് 180 കേട്ടോ. അന്ന് പറയാൻ നല്ല കുഴപ്പമില്ലാത്തൊരു ഗ്രൗണ്ട് ക്ലിയറൻസ് ഉള്ള വണ്ടിയാണ്. നമ്മളതുപോലെ തന്നെ ഈ ഇടയ്ക്ക് ബലവനയായിട്ട് ഒരു
സ്ഥലത്ത് പോയപ്പോൾ അവിടെ കുറച്ച് പോയ റോഡൊക്കെയാണ്. ഞങ്ങൾ കുറച്ച് ഓടിയിട്ട് തിരിച്ചു വന്നു. അന്നേരം നമ്മളൊരു കൂട്ടുകാരൻ പറഞ്ഞു ഞങ്ങളോട് തന്നെ ഒരാൾക്ക് ഇഗ്നീസ് ഉണ്ടാകുന്നു. നമ്മൾ ഇഗ്നീസ് ഇപ്പോൾ ഉണ്ടായിരുന്ന കയറിപ്പോയത്. കാരണം ഇഗ്നീസ് അത്യാവശ്യം നല്ല ഗ്രൗണ്ട് ക്ലിയറൻസ് ഉണ്ട്. മാരുതിയുടെ വണ്ടി തന്നെ നല്ല ഗ്രൗണ്ട് ക്ലിയറൻസ് ഉള്ള വണ്ടിയാണ് കേട്ടോ ഇഗ്നീസ്. കാരണം ചെറിയ രീതിയിലൊന്നും അടിയിടിക്കൊന്നും മേടിക്കണം. നമുക്ക് നമ്മളെ ഇന്നത്തെ ഒരു സാഹചര്യം ജയിലേ വേണമെങ്കിൽ നമുക്ക് ഇറക്കിക്കൊണ്ട് പോകാൻ പറ്റുന്ന ഒരു വണ്ടിയാണ് ഇഗ്നീസ്. ഇനി നമുക്ക് ഡോറയിലോട്ട് വരാം. ഡോറയിലോട്ട് വരുമ്പോൾ മെയിനായിട്ട് 2 കളറയിലാണ് വരുന്നത്. വൈറ്റും ബ്ലാക്കും കൂടി ഒരു കളറയിലാണ് വരുന്നത്. അതുപോലെ തന്നെ മണ്ട ഒരു ചെറിയ ട്യൂട്ടറും കാര്യങ്ങളൊക്കെ കാണാം. പിന്നെ നമ്മളെ തുറക്കുന്നതിൻ്റെ ഇതൊക്കെ ജസ്റ്റ് ഒരു ക്രോം കളറൊക്കെ വരുന്നുണ്ട്. അത് നന്നായിട്ട് ചേരുന്നുണ്ട്. പിന്നെ 4 ഡോർ പവർ വിൻഡോ, പിന്നെ അൺലോക്ക്, പിന്നെ ഗ്ലാസ് അഡ്ജസ്റ്റ് ചെയ്യുന്നതിൻ്റെ ഇത്രയാണ് ഇതേ വരുന്നത്. അതുപോലെ തന്നെ 1 ടച്ചും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ ഹാൻഡിലൊക്കെ വരുന്ന ഒരു സിൽവർ കളറിൽ അത് നന്നായിട്ട് ചേരുന്നുണ്ട് കേട്ടോ. പക്ക സ്റ്റാൻഡേർഡ് ആയിട്ട് തന്നെയാണ് ചെയ്തേക്കുന്നത്. അതുപോലെ താഴെ ഒരു ബോട്ടിൽ ഹോളിലും അതിൻ്റെ അപ്പുറത്ത് ചെറിയ സ്പേസും വരുന്നുണ്ട്. അതുപോലെ സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ് ഒന്നും ഇല്ല കേട്ടോ, നോർമൽ തന്നെയാണ്. പിന്നെ ഫ്രണ്ടോട്ട് വരുമ്പോൾ വിശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെയാണ് വണ്ടിയുടെ സെൽഫ് സ്റ്റാൻഡിൻ്റെ സ്വിച്ചും കാര്യങ്ങളൊക്കെ വരുന്നത്. പിന്നെ ഇവിടെ ലൈറ്റ് അഡ്ജസ്റ്റും കാര്യങ്ങളൊക്കെ. പിന്നെ ഇവിടെ കേട്ടോ നമ്മൾ ബോണറ്റും കാര്യങ്ങളൊക്കെ ഓപ്പൺ ആക്കുന്നതിൻ്റെ. പിന്നെ ഇതാണ് നമ്മളെ സ്റ്റിയറിംഗ് വരുന്നത്. മോശമല്ലാത്ത സ്റ്റിയറിംഗ് കേട്ടോ. ഒരു 3 സ്പോക്ക് സ്റ്റിയറിംഗ് ആണ്. അതായത് തന്നെ ഓളിംഗ് കൺട്രോള് കാര്യങ്ങളെല്ലാം ഉണ്ട് കേട്ടോ. അതുപോലെ ക്ലസ്റ്റർ ആണെന്ന് പറഞ്ഞാൽ നല്ല മനോഹരമായിട്ടാണ് വന്നേക്കുന്നത്. അത്യാവശ്യം വേണ്ട ഇൻഫർമേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഏറ്റവും കൂടുതൽ എടുത്ത് പറയേണ്ട വണ്ടിയുടെ സിസ്റ്റമാണ്. 7-inch സിസ്റ്റമാണ് വന്നേക്കുന്നത്. അത് കമ്പനി സിസ്റ്റം തന്നെയാണ്. നമുക്ക് അത്യാവശ്യം വേണ്ട ആപ്പിൾ കാർപ്ലേ, ആൻഡ്രോയിഡ് ഓട്ടോ കാര്യങ്ങളെല്ലാം അതേ കണക്റ്റ് ആകും കേട്ടോ. പിന്നെ സൈഡിലോട്ട് വരുമ്പം ഇത് ടോപ്പിൻ്റെ തൊട്ട് താഴത്തെ വേരിയൻ്റ് ആയതുകൊണ്ട് എൻ്റെ ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ നോർമൽ AC കേട്ടോ വന്നേക്കുന്നത്. പിന്നെ താഴെ 2 ചാർജിങ് ഹോൾട്ടും കാര്യങ്ങളൊക്കെ കാണാം. അതുപോലെ തന്നെ നമുക്ക് 2 ബോട്ടിൽ ഹോൾഡറും കാര്യങ്ങളും കാണാം. തംബ്രസ്റ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇതാണ് ഇവിടുത്തെ മെയിൻ ആയിട്ടുള്ള വിശേഷം. അതുപോലെ AC വെൻ്റ് ഒക്കെ ആണെന്ന് പറഞ്ഞാൽ ഒരു വെറൈറ്റി ഡിസൈനിലാട്ടോ. അവിടെ റൗണ്ടും പിന്നെ ഇവിടെ ഒരു ചതുരത്തിൽ ചെറിയ രീതി, അതേ തന്നെ ക്രോം ഫിനിഷ് കാണാം. അത് നല്ല മനോഹരമായിട്ടുണ്ട്. ഇനി നമുക്ക് ഇഗ്നീസ് ബാക്കിലോട്ട് വരാം. ബാക്കിലോട്ട് വരുമ്പോൾ ഡോർ ഹാൻഡ് എല്ലാം ഫുൾ ഒരു ബ്ലാക്ക് കളറിലും മറ്റേ ഹാൻഡിലിൻ്റെ ആ ഭാഗത്ത് മാത്രമേ വൈറ്റ് ഷെയ്ഡ് കയറി വന്നിട്ടുള്ളൂ. അതുപോലെ തന്നെ അവിടെ ഒരു ബോട്ടിൽ ഹോൾഡർ വെക്കാനുള്ള സ്പേസും വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ നല്ലൊരു ഹെഡ് സ്പേസ് ഉള്ള വണ്ടി കേട്ടോ. ബാക്കിലോട്ട് വരാം നമുക്ക് 2 ഹെഡ് റെസ്റ്റും കാര്യങ്ങളെ വരുന്നുള്ളൂ കേട്ടോ. 3 വരുന്നില്ല. പക്ഷേ എനിക്ക് ഇത് ഏറ്റവും ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞാൽ 100 തിരിക്കാം കേട്ടോ. എന്താ പറയുക, നമുക്ക് ഫ്രണ്ട് എല്ലാം നന്നായിട്ട് കണ്ട് ആസ്വദിച്ച് പോകുന്ന രീതിയിലാണ്. പിന്നെ കുഴപ്പമില്ലാത്ത സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. എന്ന് പറഞ്ഞാൽ ആ വിലയ്ക്ക് വണ്ടി വാല്യൂ ഫോർ മണി കേട്ടോ. ഇതാണ് നമ്മളെ മെയിൻ ആയിട്ടുള്ള ബാക്കിൽ നിന്നുള്ള വിശേഷങ്ങളും കാര്യങ്ങളും. പിന്നെ ഇവിടെ ഒരു ചെറിയ നമുക്കൊരു ബോട്ടിൽ വെക്കാനുള്ള ഒരു ഹോൾഡർ ഉണ്ട്. നമ്മൾ ഇഗ്നീസിന്റെ വെഡ്ത്ത് വരുന്നത് 1690 അതുപോലെ ലെങ്ത് വരുന്നത് 3700 ഹൈറ്റ് വരുന്നത് 1590. നമുക്ക് ഇനി ഒരു പുതിയ വീഡിയോ ഒക്കെ ആയിട്ട് ഇനി അടുത്ത പ്രാവശ്യം കാണാം.